بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മറ്റൊരു വചനം ഉഹുദുമായി ബന്ധപ്പെട്ട് സൂറത്തു ആലി ഇംറാനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഉഹുദിന്റെ ഒരു പരിണതി ഇങ്ങനെയായി തീർന്നപ്പോൾ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പല സഹാബിമാരും കരുതി. അതുകൊണ്ട് തന്നെ ഒരു പരിഭ്രാന്തി യുദ്ധക്കളത്തിൽ ആകെ പടർന്നു പിടിച്ചു. ശത്രുക്കൾ മുഹമ്മദിനെ ഞങ്ങൾ കൊന്നു, പ്രവാചകനെ കൊലപ്പെടുത്തുന്നതിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന തരത്തിൽ അവരും യുദ്ധക്കളത്തിൽ ആകെ വർത്തമാനങ്ങൾ പറഞ്ഞു പരത്തി. ഇത് സ്വാഭാവികമായും മുസ്ലിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെയും ധൈര്യത്തെയുമെല്ലാം അവരിൽ പലരെയും അത് അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവുമെല്ലാം നന്നായി ചോർന്നു പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അദ്ദേഹത്തിന് മുമ്പ് വേറെയും പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. ഇത് ഇല്ലാ റസൂൽ, ഇത് അല്ലാഹു അല്ല, ദൈവമല്ല നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു യുദ്ധത്തിൽ മരണപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും പ്രവാചകന്മാർ കടന്നു വന്നിട്ടില്ലേ? അവരെ ആരെങ്കിലും നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ? അവരൊക്കെ മരണപ്പെട്ടു പോയില്ലേ? അതേപോലെ ഈ പ്രവാചകനും മരണപ്പെട്ടാൽ നിങ്ങൾ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുകയാണോ? പ്രവാചകത്വത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ പരിഭ്രാന്തരാകാൻ പാടുണ്ടോ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്. തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഒരു സഹാബി ഇങ്ങനെ യുദ്ധക്കളത്തിലൂടെ പോയപ്പോൾ ഒരു അൻസാരി അവിടെ ഇങ്ങനെ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ആ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ മരണപ്പെട്ടിട്ടില്ലാത്ത ആ അൻസാരിയോട് ഈ സഹാബി ഖിന്നനായി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് കേൾക്കുന്നു. ആ അൻസാരി ആ മരണവുമായി മുഖാമുഖം നിൽക്കുന്ന സമയത്ത് അപാരമായ ഈമാനോടുകൂടി ആ അൻസാരി പറയുന്നുണ്ട്, പ്രവാചകൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ മരണപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീനിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി, ആ സന്ദേശത്തിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പോരാട്ടം തുടരുക എന്ന അൻസാരി പറയുന്നത് തഫ്സീറുകളിൽ ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ കൂടി പരിശുദ്ധ ഖുർആനിലെ ഈ വചനം പരാമർശിക്കുന്നു എന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവിടെയും ആ തൗഹീദാണ് വളരെ കൃത്യമായി സ്ട്രെസ്ഡ് ആവുന്നത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, മരണപ്പെടാനുള്ള ആളാണ്. അവിടുന്ന് മരണപ്പെടുക തന്നെ ചെയ്യും. ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടോ ഇല്ലേ എന്നതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നതിനെ നിങ്ങൾ ആ രീതിയിൽ കാണരുത്. പ്രവാചകൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. പ്രവാചകൻ അല്ലാഹുവല്ല, പ്രവാചകന് നശ്വരതയുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശം, ആ ആദർശത്തിന്റെ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടാലും നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന ആഹ്വാനം പരിശുദ്ധ ഖുർആൻ ഇവിടെ നൽകുന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് യഥാർത്ഥത്തിൽ തന്നെ മരണപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വളരെ വൈകാരികമായി അതിനോട് പ്രതികരിച്ചപ്പോൾ അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വചനമാണ് അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്നത്. അത് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ബോധത്തിലേക്ക് തിരികെ വരുന്നത് എന്ന കാര്യം നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ ഉഹദ് യുദ്ധത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ശുഹദാക്കൾ ഉണ്ടായി തീർന്നു എന്നതാണ് എന്ന കാര്യവും നമുക്കറിയാം. ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഉഹദിൽ മരണപ്പെടുകയുണ്ടായി. ജാബിർ ഇബ്നു അബ്ദില്ല എന്ന് പറയുന്നത് പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം പ്രസിദ്ധനാവാൻ കാരണം അൻസാരിയായ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ മരിച്ചതിന് ശേഷവും കുറെ കാലം ജീവിച്ചത് കൊണ്ട് ഒരുപാട് ഹദീസുകൾ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസുകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ പേര് സുപരിചിതമായിരിക്കും. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് തന്നെ ഇസ്ലാം സ്വീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് തന്നെ മക്കയിൽ പോയി അഖബയിൽ വെച്ച് പ്രവാചകനുമായുള്ള ഉടമ്പടിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ആ പിതാവിന്റെ മകൻ എന്ന നിലയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുവാനുള്ള സൗഭാഗ്യം ജാബിർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് സ്വാഭാവികമായും സങ്കടമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ജാബിർ എന്താണ് മുഖത്തൊരു സങ്കടം, എന്താണ് ഒരു വിമ്മിഷ്ടം? സ്വാഭാവികമായും ചെറിയ പ്രായത്തിലുള്ള ഒരാൾ എന്ന നിലക്ക് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. മാത്രമല്ല ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ ജാബിറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രിയപ്പെട്ട ആ പിതാവ് യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കുമ്പോൾ ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക്, കൗമാരക്കാരന് വലിയ വിഷമം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതിലുപരി ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പെങ്ങന്മാരുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു. അവരെയൊക്കെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏകപുത്രൻ എന്ന നിലയിൽ ആ ചെറിയ പ്രായത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ വന്നു ചേരുകയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജാബിർ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ സഹോദരിമാരും തമ്മിലുള്ള ബന്ധവും അവരുടെ വീട്ടിൽ പിതാവിന്റെ മരണത്തെ തുടർന്നുണ്ടായ ദാരിദ്ര്യവും ഒക്കെ പല രീതിയിൽ സീറാ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില മുഅ്ജിസത്തുകൾ ജാബിർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് പ്രകടമാകുന്നതും അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ പല രീതിയിൽ വന്നു ചേരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ, കല്യാണം കഴിച്ചു എന്ന് വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കന്യകയെയാണോ കല്യാണം കഴിച്ചത് ജാബിർ, അതല്ല ഒരു വിധവയെയോ വിവാഹമോചിതയെയോ ആണോ എന്ന് ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ ഞാനൊരു കന്യകയെ അല്ല കല്യാണം കഴിച്ചത്, നേരത്തെ വിവാഹിതരായിരുന്നു അവര് ഇപ്പോഴാ വിവാഹത്തിലില്ല, അവരെയാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഒരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, എങ്കിൽ ആ അർത്ഥത്തിൽ കുറെ കൂടി സന്തുഷ്ടമായൊരു ദാമ്പത്യം നിനക്ക് ലഭിക്കില്ലായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പക്ഷേ പ്രവാചകരെ എനിക്ക് കുറെ പെങ്ങന്മാരല്ലേ, സഹോദരിമാരല്ലേ, അവരെയൊക്കെ സംരക്ഷിക്കാൻ പറ്റിയ പരിചയസമ്പന്നയായ സ്ത്രീയെയായിരുന്നു എനിക്ക് ആവശ്യം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ജാബിർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഹദീസുകളിലുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ജാബിർ റളിയല്ലാഹു അൻഹു, ആ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ജീവിത പരിസരം ഇങ്ങനെ ആയിത്തീരാനുണ്ടായ നിമിത്തം അത് ഉഹദാണ്. അങ്ങനെ ഉഹദിൽ വെച്ച് മരിച്ചതിനാൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് സങ്കടം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജാബിർ ഒരിക്കലും പിതാവിനെ ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല. കാരണം നിന്റെ പിതാവ് പരലോകത്ത് ചെന്നപ്പോൾ അള്ളാഹു പിതാവിനെ സ്വീകരിച്ച സമയത്ത് പിതാവിനോട് അള്ളാഹു ചോദിച്ചത്, എന്തെങ്കിലും ആഗ്രഹം നിനക്ക് ബാക്കിയുണ്ടോ? ഇനി എന്തെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായതുകൊണ്ട് നൽകിയ ശേഷം അള്ളാഹു ചോദിച്ചത്, ഇനി എന്തിനെങ്കിലും താങ്കൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താങ്കളുടെ പിതാവ് പറഞ്ഞത്, ഒരു തവണ കൂടി ഭൂമിയിലേക്ക് തിരിച്ചുപോയി വീണ്ടും നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകണമെന്ന് അള്ളാഹുവേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നിന്റെ പിതാവ് അള്ളാഹുവിനോട് പറഞ്ഞത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് അത്രയും അനുഗ്രഹീതമായൊരു മരണമാണത്. നിന്റെ പിതാവ് അത്രയും ഭാഗ്യം ചെയ്ത ആളാണ്, അത്രയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. വീണ്ടും ഭൂമിയിൽ വന്ന് ഷഹാദത്ത് പുൽകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭൂമിയിലേക്ക് മരിച്ചവരെ തിരിച്ചയക്കുക എന്നത് അള്ളാഹുവിന്റെ രീതിയല്ല. അതുകൊണ്ട് വീണ്ടും ഭൂമിയിലേക്ക് വന്ന് രക്തസാക്ഷിത്വം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന് വലിയ സമാധാനമാവുകയും അദ്ദേഹം ആ വിഷയത്തിലുള്ള സങ്കടങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്ന് പോവുകയും ചെയ്തത് നമുക്ക് കാണാം. ഇതുമായി ബന്ധപ്പെട്ടും പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു
ഒരു വചനം സൂറത്തു ആലു ഇമ്രാനിൽ തന്നെയുണ്ട്. അവിടെ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി അവർ കേവലം മരിച്ചുപോയവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് സാധാരണ മരണമല്ല, അത് ഷഹാദത്താണ്. അവർ അള്ളാഹു അവതരിപ്പിച്ച ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തവരാണ്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ സുഖസമൃദ്ധമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ വെച്ച് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിലെ വചനം അവതരിപ്പിക്കപ്പെട്ടത് ഇവിടെയാണ്. പ്രിയപ്പെട്ടവരെ, സഹാബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമെല്ലാം ഇസ്ലാമിനു വേണ്ടി, ഇസ്ലാമിന്റെ അതിജീവനത്തിന് വേണ്ടി അവർ നടത്തിയ ത്യാഗനിർഭരമായ പോരാട്ടങ്ങളെ കുറിച്ചാണ് ഈ ആയത്തുകളിൽ നിന്നും അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾക്ക് അതേപോലെ ഒരു സാഹചര്യമില്ല, യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മൾക്ക് ഇല്ല. നമ്മൾക്ക് സമാധാനം എന്ന് പറയുന്ന അനുഗ്രഹപൂർണമായ അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇസ്ലാമിന് വേണ്ടി നമ്മളുടെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ, അതോ ആ വിഷയത്തിൽ നമ്മൾ പിന്തിരിഞ്ഞു കളയുന്നുണ്ടോ എന്ന ആത്മാർത്ഥമായ ആത്മവിചാരണക്ക് നമ്മൾ ഒരുങ്ങുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. والذين معه أشداء على الكفار رحماء